നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവസരം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ഇത്ര നല്ല അല്പസമയങ്ങൾ നമുക്കൊരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകലിൽ നമ്മോട് സംസാരിക്കേണ്ടതിനും നമുക്ക് ആവശ്യമുള്ളത് നൽകി സമാധാനത്തോടെ നമ്മളെ മടക്കി അയക്കേണ്ടതിനും ദൈവകൃപ ധാരാളം അനുഭവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളപ്പോൾ നമ്മളെ ഒരുക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. ആ വലിയ ബോധ്യത്തോട് നമ്മെ തന്നെ കർത്തൃകരങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലമോ ഇതിൻ്റെ രചയിതാവോ ആരെന്ന് വ്യക്തമായി ആ ഭാഗങ്ങളൊന്നും കാണുന്നില്ല. എന്താണെങ്കിലും ആ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകും. ഒന്ന്, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ജാതീയ ഗ്രൂപ്പ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തെക്കുറിച്ച് ഭക്തൻ കൊടുക്കുന്നൊരു മറുപടി. ആ സങ്കീർത്തനം ഉടനീളം നമ്മൾ പിന്നീട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കാണുന്ന ഒരു പ്രധാന ഭാഗം, ജാതികൾ ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെ? എന്തോ ഒരു ദുരന്തം, രോഗം, പ്രശ്നം സഹിക്കാൻ ആവുന്നതിലപ്പുറമായി എന്തോ നേരിട്ട ഒരു ജനത. അവരെ നോക്കിക്കൊണ്ട് ജാതികൾ ചോദിച്ചു, നീ വലിയ പ്രാർത്ഥനക്കാരനല്ലേ? നിങ്ങൾ വലിയ ഉപവാസക്കാരല്ലേ? ഒത്തിരി വചനം വായിക്കുന്നവരല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്? ഇത് സംഭവിച്ചപ്പോൾ നിന്റെ ദൈവം എവിടെ ആയിരുന്നു? ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഭക്തൻ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതെ, ഞങ്ങളുടെ ദൈവം ഇവിടെ ഉണ്ട്, സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ ആ ഭക്തൻ കൊടുക്കുന്ന ചില മറുപടികൾ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം അത് പറഞ്ഞ് ആ സങ്കീർത്തനം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്നാൽ അതിന്റെ പശ്ചാത്തലത്തിലൊക്കെ വിശദീകരണത്തിലൊന്നും പോകാതെ കഴിഞ്ഞ രാത്രി ദൈവസനത്തിൽ നിന്നപ്പോൾ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത ദൈവമക്കളുടെ മക്കൾക്കാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാരംഭത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ നടുവിൽ അവരുടെ ദൈവം എന്ത് ചെയ്യും? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് നടുവിൽ എന്ത് ചെയ്തേനെ? ഇറങ്ങി വന്നേനെ. ദൈവം അവരെ സഹായിച്ചേനെ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ? ഈ പ്രതിസന്ധിയുടെ നടുവിൽ അവരുടെ ദൈവമില്ല. അവരുടെ ദൈവം എവിടെയെന്ന് തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. ഒറ്റ വാക്കി പറഞ്ഞ മുന്നോട്ട് പോകാം. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ. അന്നേരം ഇറങ്ങി വരാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയില്ല. എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ജാതി ചോദിക്കും, നിന്റെ ദൈവം എവിടെ ആയിരുന്നു? ആ വിഷയം നടന്ന ദൈവം എവിടെ ആയിരുന്നു? അന്നേരം ദൈവത്തിന് ഇറങ്ങി വരാൻ ഇഷ്ടം തോന്നിയില്ല. ദൈവത്തിന് ഇഷ്ടം തോന്നുമ്പോൾ ഇറങ്ങി വരും. അപ്പൊ ന്യായമായ ഒരു ചിന്ത ഉണ്ടാകാം, ദൈവം അല്ല തന്നിഷ്ടക്കാരനാണോ? അങ്ങനെ തന്നെ അങ്ങ് ചിന്തിച്ചു. നമ്മളിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് അതാ, ദൈവം തന്നിഷ്ടക്കാരനാണോ? നമുക്ക് പലപ്പോഴും തോന്നും, ദൈവമേ ഞാൻ അങ്ങയുടെ മകനാ, മകളാ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഞാൻ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ഇന്നാരും ഒന്നും ചെയ്യാത്ത. നമ്മൾ പലരെയും പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇന്നാരേക്കാൾ മികച്ചത്, അതുകൊണ്ട് ദൈവത്തിന് എന്നോട് ഇച്ചിരൂടെ കൺസിഡറേഷൻ, എന്നെ ഇച്ചിരൂടെ പരിഗണിക്കണം, എൻ്റെ കാര്യത്തിന് അല്പം കൂടെ താല്പര്യം തരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് അന്നേരം നടന്നില്ലെങ്കിൽ, ദൈവമേ നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ? കർത്താവേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് അന്നേരം വരാൻ തോന്നിയില്ല. എനിക്ക് ചോദിച്ചാൽ നമുക്ക് റൈറ്റുണ്ടോ? ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞൊരു വാചകം, ഈ വാക്കിന് നിന്റെ ദൈവം എവിടെ? അതിന് മറുപടി 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്, നമ്മുടെ ദൈവം സ്വർഗത്തിൽ. ഒരു ട്രാൻസ്ലേഷൻ, ഒരു കമന്ററി ഞാൻ വായിച്ചൊരു ഭാഗം ഇങ്ങനെയാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. ഗോഡ് ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ് ഡൂയിങ് റൈറ്റ് തിങ്സ് അറ്റ് എ റൈറ്റ് ടൈം. ദൈവം ഇവിടെ ആയിരിക്കുന്നത് ശരിയായ സ്ഥലത്തിരിപ്പുണ്ട്, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ശരിയായ സമയത്താണ് ചെയ്യുന്നത്. അതാ ദൈവത്തിന്റെ ഇഷ്ടം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറയുന്നിടത്ത് ദൈവം വന്നിരുന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ഞാൻ പറയുന്ന സമയത്ത് ചെയ്താൽ അത് ദൈവമല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? എൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ദൈവമേ നീ ഇന്ന് ഇവിടെ ഇറങ്ങി വരണം,
നീ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ ആരാ ദൈവം? ഞാനാ ദൈവം. ഞാനിപ്പോ എന്താ ചെയ്യുക? ഓർഡർ കൊടുക്കുക. തിരിച്ചു പറ, ദൈവമേ അങ്ങ് ശരിയായ സ്ഥലത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം, അങ്ങ് ശരിയായ സമയത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം, അങ്ങ് ശരിയായ കാര്യം ചെയ്യുമെന്നും എനിക്കറിയാം. ഈ ബോധ്യം ഭക്തന്റെ ഉള്ളിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ഭാഗം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നിന്റെ ദൈവം, ആൾക്കാർ ചോദിച്ചോട്ടെന്ന് എവിടെയെന്ന് ചോദിച്ചോ, നമ്മുടെ ധൈര്യത്തിൽ പറയാം എൻ്റെ ദൈവം അവിടെ ഉണ്ട്. ഒന്നുകൂടെ പറയാം, എൻ്റെ ദൈവം ഉയരത്തിലുണ്ട്. എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. എൻ്റെ ദൈവം പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് ഞാൻ ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവത്തിന് എല്ലാം അറിയാം. എന്നെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നൊരു ദൈവമായിട്ട് ദൈവം. അങ്ങനെയൊക്കെ പ്രതിസന്ധി വേളയിൽ ഇനി ഞാൻ പറഞ്ഞല്ലോ, ജാതികൾ വേണ്ട, നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, ദൈവമേ നീ എവിടെ ആയിരുന്നു ആ സമയത്ത്? എന്റെ കുടുംബത്തിന് നേരെ, എന്റെ തലമുറയ്ക്ക് നേരെ ഇന്ന വിഷയം കടന്നു വന്നപ്പോൾ ദൈവമേ നീ എവിടെ ആയിരുന്നു? അറിയാതെ ഈ ചോദ്യം നമ്മളിൽ നിന്ന് ഉയരുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കണം, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? നിന്റെ ദൈവം എവിടെയാന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന വിഷയത്തിൽ കർത്താവേ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന, കെടുതി വളരെ വലുതാ, എന്നാൽ അതിന്റെ നടുവിൽ അങ്ങ് ആ സമയത്ത് എങ്ങോട്ട് മാറിപ്പോയി ദൈവമേ? ഇല്ല, ദൈവത്തിന് പറയാനുള്ള ഞാൻ സ്വർഗത്തിലുണ്ട്. എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. എൻ്റെ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ വേഗത്തിൽ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെതായ ഇഷ്ടമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം ദൈവം ചെയ്യട്ടെ. എന്നാൽ നമ്മൾ കയറി അഭിപ്രായം പറയാതെ പറഞ്ഞാണ്, ദൈവമേ എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ ഭൗതികതയെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച് നമുക്ക് നിരവധി വിഷയങ്ങളുണ്ടല്ലോ, ഇതിന്മേലൊക്കെ കർത്താവേ അങ്ങ് എന്ത് ഇഷ്ടപ്പെടുന്നു ചെയ്തു. ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ചോദ്യം ചെയ്തില്ലല്ലോ. നമ്മൾ പലപ്പോഴും ചോദ്യം ചെയ്യുന്നതിന്റെ കാരണമല്ല, എൻ്റെ ഭാഗം കൊണ്ട് ഞാൻ പിടിമുറുക്കി നിൽക്കുന്നു. തിരിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ഭാഗം കൊണ്ട് നിൽക്കുന്നു. ഒടുവിൽ ആരുടെ ഭാഗം ജയിക്കും? ദൈവത്തിന്റെ ഭാഗം ജയിക്കും. ഞാൻ തോറ്റു കഴിയുമ്പോൾ എനിക്ക് ഇച്ഛാഭംഗം. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് പോലും എൻ്റെ കാര്യം നടന്നില്ലല്ലോ. ഏറ്റവും ബെസ്റ്റ് മതിട്ട് പറയാം, ദൈവമേ എനിക്കിഷ്ടമൊന്നും ഇല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ, പ്രശ്നമില്ലല്ലോ, തീർന്നു. ഇനി ഒരു കാര്യം, അടുത്ത ഭാഗത്ത് ഞാൻ വേഗത്തിൽ വരാൻ പോവുകയാണ്. ദൈവം തൻ്റെ ഇഷ്ടം തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ നിറവേറ്റുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടി. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ്, ഈ ലോകത്തെ സൃഷ്ടിക്കും മുമ്പ് എന്നെ കണ്ട ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഓൾറെഡി പ്ലാൻഡ് എൻ്റെ ലൈഫ്, ഫ്യൂച്ചർ, എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. 139 സംഗീതം നമ്മൾ വായിക്കുന്നുണ്ട്, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതിയും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 90 വയസ്സ് അല്ല 100 വയസ്സ് വരെ ജീവിക്കുന്നെങ്കിൽ അത്രയും നാൾ ഈ ഭൂമി ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആകണം, എല്ലാം ദൈവം ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് എന്നെക്കുറിച്ചുള്ളത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസവും ആ ക്രമത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇതെന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം. എന്നാൽ ദൈവം ചെയ്യുന്ന പലതിനെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കിയാൽ ദൈവമേ ചെയ്തോ. ഇനി മനസ്സിലായില്ലെങ്കിലും പറ, എനിക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവമേ അങ്ങ് ചെയ്യുന്നത് എന്റെ നന്മയ്ക്കാം. യോബിന്റെ പുസ്തകത്തിലെ ഒരു വാക്യം വേഗത്തിൽ നമുക്ക് സദയിലൂടെ ഞാൻ കൊണ്ടുവരാം. 9-ാം അധ്യായം നിർത്താം. യോബിന്റെ പുസ്തകം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും. മതി. ആ ഭാഗത്ത് നമുക്കറിയാമല്ലോ, യോബിന്റെ ജീവിതത്തിൽ നേരിട്ട ദുരന്തങ്ങൾ, അനുഭവങ്ങളൊക്കെ അറിയാം. അവിടെ പറയുന്ന ചോദ്യം ഒരിക്കൽ കൂടെ വായിച്ചോളൂ. അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും. നീ എന്ത് ചെയ്യുന്നുവെന്ന്. അപ്പൊ ദൈവം എന്തോ ചെയ്യും? പറിച്ചെടുക്കും. ആ ദൈവത്തെ തടയാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ചിലത് ദൈവം പറിച്ചെടുക്കും. അത് സന്തോഷമാകാം, ഭൗതികതയാകാം, ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നല്ലതെന്ന് നമ്മൾ കരുതുന്ന ചിലതിനെ ദൈവം പറിച്ചെടുക്കും. തടയാൻ അനുവാദമില്ല. നീ എന്ത് ചെയ്തുമെന്ന്
ചോദിക്കണ്ട. ഞാൻ വേഗത്തിൽ ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നന്മയ്ക്കാണ്, എന്നെ ഉയർത്താനാണ്, എന്നെ മാനിക്കാനാണ്. ഇന്നായിരിക്കുന്നിടത്ത് നിന്ന് എന്നെ ഉയർത്താനായിട്ട് ദൈവം ചിലപ്പം ചില മേഖലയിൽ നിന്ന് എന്നെ പറിച്ചെടുക്കും. നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ ഒരിക്കൽ വായിച്ച ഒരു ചെറിയ സംഭവം ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. ഇംഗ്ലണ്ടിലെ രാജ്ഞി എലിസബത്ത് രാജ്ഞി ഇന്ന് ഭൂമുഖത്തില്ല. ആ രാജ്ഞി ഒരിക്കൽ ഫിലിപ്പീൻസിൽ പോയി. പൂക്കളുടെ നാടെന്നറിയപ്പെടുന്ന ഫിലിപ്പീൻസിൽ ചെന്ന് മനോഹരമായ ഒരു ഉദ്യാനത്തിലൂടെ നടന്നപ്പോൾ അനേക വർണ്ണപ്പൂക്കൾ കണ്ടു, റോസാ പുഷ്പങ്ങൾ പല കളറിലുള്ള. ഇംഗ്ലണ്ടിൽ ഇല്ലാത്ത പലത് ഫിലിപ്പീൻസിൽ കണ്ടപ്പോൾ തനിക്കൊരാഗ്രഹം, ഇതിന്റെ വിത്ത് വേണം. താൻ ആവശ്യപ്പെട്ടു, രാജ്ഞി ആവശ്യപ്പെട്ടത് കൊണ്ട് ആ റോസാപ്പൂക്കളുടെ ആ ചെടി ഇവർക്ക് കൊടുത്തു. അങ്ങനെ മനോഹരമായ അനേക റോസാ ചെടികൾ ഫിലിപ്പീൻസിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വന്ന് ഈ കൊട്ടാര വളപ്പിൽ ഈ ചെടികൾ നട്ടുപിടിപ്പിച്ചു. തോട്ടക്കാരനെ വിളിച്ച് പ്രത്യേക നിർദ്ദേശം കൊടുത്തു, ഇത് ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവന്നതാണ്, വളരെ ഭംഗിയായി സൂക്ഷിക്കണം, ഏറ്റവും ബെസ്റ്റ് പൂക്കൾ ഈ തോട്ടത്തിൽ ഉണ്ടാകണം. തോട്ടക്കാരൻ പരിചരിക്കുന്നു, വളരെ ഭംഗിയായി അത് വേഗത്തിൽ ഇംഗ്ലണ്ടിന്റെ മണ്ണുമായിട്ട് ചേർന്ന് നല്ല പൂക്കൾ വിടരാൻ തുടങ്ങി. ഒരു ദിവസം, ഒരു പ്രത്യേക ഫംഗ്ഷന്റെ ദിവസം ഈ രാജ്ഞി ഈ തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. തോട്ടക്കാരനോട് ചോദിച്ചു, ഇതിൽ ഏറ്റവും ബെസ്റ്റ് പൂ നിൽക്കുന്നത് എവിടെയാണ്? അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ഇന്ന സ്ഥലത്താണ് ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും ബെസ്റ്റ് പൂ നിൽക്കുന്നത്. ഈ രാജ്ഞി അവിടേക്ക് കടന്നു ചെന്നു. തനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ഒരു പൂ അവിടെ നിന്ന് പറിച്ചെടുത്തു. വളം നൽകി, വെള്ളം നൽകി, ഈച്ചയെടുക്കാതെ, പുഴുവരിക്കാതെ ഈ പൂവിനെ കാത്തു സൂക്ഷിച്ച തോട്ടക്കാരന്റെ മനസ്സിൽ വന്ന ചിന്ത, മനോഹരമായ പൂവിനെ ആരറുത്തു? രാജ്ഞി അറുത്തെടുത്തു. വേദന തോന്നി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ താൻ കണ്ടൊരു കാഴ്ച, ഈ രാജ്ഞി ഒരു പ്രധാന ചടങ്ങിലേക്ക് വരുന്നു. താൻ ധരിച്ചിരിക്കുന്ന ഓവർകോട്ടിൽ ആ പൂവ് കുത്തിവെച്ചിരിക്കുന്നു. തോട്ടക്കാരനൊരു കാര്യം മനസ്സിലായി, ഈ തോട്ടത്തിൽ നിന്നാൽ ഞാൻ മാത്രമേ ഇത് കാണത്തുള്ളൂ. പലർക്ക് കാണണമെങ്കിൽ ഇതിനെ അവിടുന്ന് പറിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ആ മനോഹര മാന്യ സദസ്സിന്റെ മുമ്പിൽ ആ പൂവും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജ്ഞിയുടെ നിൽപ്പും ആ പൂവിന്റെ ഭംഗിയും തനിക്ക് തോന്നി തോട്ടത്തിൽ നിന്ന പൂവിനേക്കാൾ വളരെ മനോഹരമായി മാറി. ഞാൻ ചോദിച്ചോട്ടെ, പറിച്ചെടുക്കുന്നത് ഗുണത്തിനാണോ? എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഒന്ന് സോഫർ ചെയ്യാം. ദൈവത്തിന്റെ ഇഷ്ടം ദൈവം ചെയ്യുന്നത് എന്നെ ഒതുക്കാനല്ല, എന്നെ ഇല്ലായ്മ ചെയ്യാനല്ല, എന്നെ തകർക്കാനല്ല. ഞാൻ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ അല്പം കൂടെ മാന്യമായി ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ ചിലപ്പോൾ ദൈവം ആയിരിക്കുന്നിടത്ത് വന്ന് പറിച്ചു മാറ്റും. ചോദ്യം ചെയ്യാതെ പറ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ. യെസ്, ഹല്ലേലൂയ. ആ ഇഷ്ടം എപ്പോഴും നമ്മുടെ ഗുണത്തിന് മാത്രം. നമ്മളിതൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ മനസ്സും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ദൈവം ചെയ്യുമ്പോൾ നമുക്ക് വേദന തോന്നും. ഞാൻ വീണ്ടും പറയുന്നു, വേദനിപ്പിക്കാനല്ല കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നത്. എൻ്റെ നന്മയ്ക്കും എൻ്റെ ഉയർച്ചയ്ക്കും എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞാൻ എത്തിച്ചേരാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തികളെ നോക്കിക്കൊണ്ട് പറയണം, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം അങ്ങ് ചെയ്തോ കർത്താവേ. ഞാനിതാ പഞ്ചപുച്ഛമടക്കി അങ്ങയുടെ മുമ്പാകെ മൗനമായിരിക്കാൻ തയ്യാറാണ്. അങ്ങയുടെ ഇഷ്ടം നിറവേറണം. യെസ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്കുണ്ടാകുന്ന ചിന്ത, ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇഷ്ടം എന്താ നീ ചെയ്യാതെ? കർത്താവ് പറയും, കുഞ്ഞെ, നിന്റെ ഇഷ്ടം വികലമാ, പൂർണ്ണതയുള്ളതല്ല. നിനക്ക് പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ശൈശവത്തില, നിന്റെ ബുദ്ധിക്ക് അത് ഒതുങ്ങത്തില്ല. നീ ഒരു കാര്യം അങ്ങ് സമ്മതിച്ചാൽ മതി. എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ജ്ഞാനത്തിന് നിന്നെ തന്നെ സമർപ്പിക്കാമോ? അത് നിന്റെ ജീവിതത്തിൽ ധന്യതയാണ്. എനിക്ക് ആ ഭാഗത്തുനിന്ന് അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും മറ്റു ചില വിഷയങ്ങൾ ഓർപ്പിക്കേണ്ടത് ഞാൻ വേഗത്തിൽ പോകട്ടെ. ഒറ്റ വാക്കൊന്ന് പറഞ്ഞേക്കാം. നമുക്ക് പലപ്പോഴും ഉള്ള പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ചോദിക്കും, ദൈവം തന്നെ ഇഷ്ടക്കാരനാണോ? തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മളോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ഞാൻ വാശി പിടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളില്ലേ ഇവിടെ? നമ്മൾ പറ, ഞാൻ ആരാ? നമ്മൾ തന്നെ ഇഷ്ടക്കാരൻ. ഞാൻ പ്രാർത്ഥിച്ചു,
അതുപോലെ ദൈവം ഇറങ്ങി വന്ന് ചെയ്യണം എന്ന് ഞാൻ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ തന്നിഷ്ടക്കാരനാണ്. ഞാൻ ചോദിച്ചോട്ടെ, അപ്പം തിരിച്ച് ദൈവത്തിന് തന്നിഷ്ടക്കാരനാകാമോ? ആകാം. ദൈവത്തിന് എന്നെ കുറിച്ച് സകലതും അറിയാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എന്റെ നന്മ ദൈവത്തിനറിയാം, എന്റെ നാളെ ദൈവത്തിനറിയാം, എന്റെ അവസാന ശ്വാസം വരെയുള്ളത് മുഴുവൻ ദൈവത്തിന് അറിയാവുന്നത്. ആ അറിയാവുന്ന ദൈവം ചെയ്യുന്നത് നന്മ മാത്രമാണ്. നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്ക് തിന്മയെന്ന് തോന്നുന്നത് നന്മയെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. ആ നന്മയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്കാണ്. നന്മയ്ക്കെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് പറയാൻ, കർത്താവേ എന്തും ചെയ്തോ, എന്നെ ഞാൻ വിട്ടുതരുന്നു, അങ്ങ് എന്നെ ഏത് രീതിയിൽ പണിയാൻ ആഗ്രഹിക്കുന്നു പണിതോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്തൃകരങ്ങൾക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെയാണ് എൻ്റെ ജീവിതം ധന്യമാകുന്നത്. ഞാൻ വേഗത്തിൽ 1-2 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത 1-2 കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. നമുക്ക് പരിചിതമുള്ള വാക്യമാണെങ്കിലും ദയവായി ഒന്ന് വായിച്ചാട്ടെ. മത്തായി 26-39 വായിച്ചാൽ അത് തന്നെ ആ വാക്യമാണ്. പിതാവേ കഴിയുമെങ്കിൽ മതി. ഇനി അതിന്റെ 42-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. മതി. അവിടെ 2 ഇഷ്ടങ്ങൾ നമ്മൾ കാണുന്നു. 1 യേശുവിന്റെ ഇഷ്ടം, 2 പിതാവിന്റെ ഇഷ്ടം. യേശു ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്റെ ജീവിതാന്ത്യം നമുക്കറിയാം. ജീവിതാന്ത്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ തന്റെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങൾ യേശു കർത്താവ് ഇഷ്ടം പിതാവിനോട് പറഞ്ഞു. മനുഷ്യവർഗത്തിന്റെ പാപം എന്ന ആ വിഷം അഥവാ ആ കുരിശ്, ആ പാനപാത്രം പിതാവ് പറഞ്ഞു പുത്രൻ അത് കുടിക്കണം. നമുക്കറിയാം, പാപം ചെയ്തിട്ടില്ലാത്ത പാപമില്ലാത്ത യേശു മനുഷ്യവർഗത്തിന്റെ പാപം സ്വയം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പാപമാക്കപ്പെടുക, ആ പാപം തനിക്ക് വഹിക്കാവുന്നതിലപ്പുറമാണ്. പിതാവിനോട് പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അടുത്ത വാചകത്തിൽ വായിച്ചത് എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, എന്റെ ഇഷ്ടമല്ല. മറ്റേ ബാക്കി പറഞ്ഞോട്ടെ, യേശുവിന്റെ ഇഷ്ടം ഇത് മാറിപ്പോകണം, പിതാവിന്റെ ഇഷ്ടം ഇത് കുടിക്കണം. അപ്പൊ ആരാ അവിടെ തന്നെ ഇഷ്ടക്കാരനാകട്ടെ? മോന് ബഹളം വയ്ക്കാം അപ്പനോട്, പറ്റത്തില്ല, തന്നേ തീരൂ, മാറ്റിയേ തീരൂ, ഞാനിത് സമ്മതിക്കത്തില്ല. പക്ഷെങ്കിൽ അപ്പം പറയുന്നു, പിതാവ് പറയുന്നു, ഇല്ല, നീ ഇത് കുടിക്കണം. നല്ല ഇഷ്ടമേതാ? ഇനി പറഞ്ഞ പലപ്പം ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. സ്വന്തമായിട്ട് പറയുന്നത് വചനം ഉള്ളിൽ കയറാനാണ്. എനിക്കറിയാം, ഇച്ചിരി ഒന്ന് സ്പീഡ് കൂട്ടി 2 ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞാൽ ഈ അവസ്ഥ മാറുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നിത് സാധമായിട്ട് തന്നെ പോട്ടെ, കാര്യങ്ങൾ അകത്ത് കയറും. ചില കൊച്ചു കുഞ്ഞുങ്ങൾ പിടിവാശി നടന്നു. മക്കളൊക്കെ വാശി നടത്തുന്നവരാണോ? എല്ലാം അനുസരിക്കുന്നവരാണ്, നല്ല കുഞ്ഞുങ്ങൾ. ഓക്കെ, മാതാപിതാക്കൾ ചിലപ്പം ചില കാര്യങ്ങൾ അവരുടെ നിർബന്ധത്തിന് വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ കുഞ്ഞ് വാശി കൂടുമ്പോൾ, ഇന്നത്തെ തലമുറ വളരെ ശ്രദ്ധിച്ചോണം, എത്ര കുഞ്ഞ് വാശി പിടിച്ചാലും കുഞ്ഞിന് നല്ലതല്ലെങ്കിൽ അല്പനേരം കരയുമെന്നേ ഉള്ളൂ, കാര്യമില്ല, കരഞ്ഞാൽ ചത്തുപോകുന്നില്ല. മാതാപിതാക്കളൊക്കെ ശ്രദ്ധിച്ചോണം. അവരുടെ വാശിക്ക് നിങ്ങൾ വിട്ടുകൊടുത്താൽ നാളെ ഇതിന്റെ അപ്പുറത്തെ വാശിക്ക് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഒടുവിൽ അവർ കൺട്രോൾ ചെയ്യും, നിങ്ങളൊരു പാവ പോലെ ഇരിക്കേണ്ടി വരും. ലാസ്റ്റിൽ കുഞ്ഞ് വഴി തെറ്റി എവിടെങ്കിലും പോകും. പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വാശി പിടിക്കല്ലേ, പപ്പായും മമ്മിയും പറയുന്നൊക്കെ കേട്ടോ, നിങ്ങളുടെ ഗുണത്തിന് അവരൊക്കെ പറയുന്നത് അതനുസരിച്ചാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞാൽ പേരൻസിനോട് ഒരിക്കൽ കൂടെ പറയുന്നു, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടോ, അയ്യോ പിള്ളേർ കരഞ്ഞപ്പോൾ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നത്? കൊടുത്തോ, പിന്നീട് നിങ്ങൾ കരയേണ്ടി വരും, അതിനട വരരുത്. കുഞ്ഞുങ്ങൾ കർശനമായിട്ട് തന്നെ വളർത്തിക്കോ. പിള്ളേർക്ക് എന്നോട് ദേഷ്യം വരുമായിരിക്കും, സാരമില്ല, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് പറയുന്നത്.
അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുത്തു, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞു. അപ്പനും അമ്മയും തല്ലി. ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ എന്തുള്ള നിയമം വന്നിട്ടില്ലല്ലോ. യൂറോപ്യൻ കൺട്രീസിലൊക്കെ തല്ലി കഴിഞ്ഞാൽ പിള്ളേരെ വിളിച്ച പോലീസ് വരും, അന്നേരം പിടിച്ചോണ്ട് പോകും. നമ്മുടെ നാട്ടിൽ ഇതുവരെ നിയമം വന്നിട്ടില്ല. വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെയൊക്കെ മര്യാദയ്ക്ക് നിർത്തിക്കും. വീട്ടിൽ ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. മോൻ പറയുന്നു വേണ്ട, അപ്പം പറയുന്നു വേണം. ഇതിൽ യേശുവിനൊരു കാര്യം മനസ്സിലായി, അപ്പന്റെ ഇഷ്ടമാണല്ലോ. യേശു പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. 42 രണ്ടാമതും ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിക്കൂടായെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശു പറയാണ് എനിക്കിത് ഇഷ്ടമല്ല, പക്ഷെങ്കിൽ ഞാൻ കുടിക്കുക എന്നതാണ് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, പിതാവ് തന്നിഷ്ടം ചെയ്തു. എന്തോ തന്നിഷ്ടം? മോനെ കുടിപ്പിച്ച് തീർന്നു. പുത്രനെ മനസ്സിലായി അപ്പൻ ദോഷത്തിനൊന്നും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ആ പുത്രന്റെ സഹോദരന്മാരല്ലേ നമ്മൾ ഓരോരുത്തരും? യേശുവിന്റെ സഹോദരന്മാരെ, മൂത്ത സഹോദരൻ യേശു സഹോദരങ്ങളായി നമ്മളെ തീർത്തപ്പോൾ അപ്പന്റെ ഇഷ്ടം മൂത്ത മോൻ ചെയ്തെങ്കിൽ നമ്മളും ചെയ്യണം. ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ഗുണത്തിനാണ്. എനിക്കിഷ്ടക്കേട് ഒത്തിരി കാര്യത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വ്യക്തിപരമായി ചില ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ പിതാവ് പറയും, കുഞ്ഞെ നിന്നെ ഇത് കുടിപ്പിക്കുന്നത് എന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നിന്റെ നാളകളെ കണ്ടോണ്ടാണ്. യെസ്, ഹല്ലേലൂയ. പ്രസന്റാ നീ കാണുന്നത്, ഞാൻ നിന്നിൽ കാണുന്നത് നിന്റെ ഫ്യൂച്ചറാണ്. യെസ്, ഹല്ലേലൂയ. നീ തൽക്കാലത്തെ സൗകര്യങ്ങളും നേട്ടങ്ങളും ആ കാണുന്നതെങ്കിൽ നിന്നെക്കുറിച്ച് ദൈവം കാണുന്നത് നിന്റെ നാളകളാണ്. യെസ്, ഹല്ലേലൂയ. എന്റെ നാളകളിൽ ഞാൻ ആരാകണമെന്ന് എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ എന്റെ ഇന്നത്തെ ചില താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ നാളകളിൽ എന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി കർത്താവേ, എന്റെ ഇഷ്ടം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. യെസ്, ഹല്ലേലൂയ. ഭൂമിയിൽ പുത്രനായി വന്ന യേശുവിന് പിതാവിന്റെ ഇഷ്ടം അനുസരിക്കാൻ മനസ്സ് തോന്നി തന്നെ അനുസരിച്ചു. വായിക്കാമോ? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ വായിച്ചോളൂ. അറിയാവുന്ന വചനമാണെങ്കിലും വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ ഒരു ധൈര്യം വരുമല്ലോ. വായിച്ചോളൂ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ അടുത്ത വാക്കോട് ചേർത്തങ്ങ് വായിച്ചോളൂ. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ ഗൗരവത്തോടെ വാക്യം വായിക്കണം. യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഏത് കാര്യത്തിൽ അനുസരിച്ചു? പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുന്ന കാര്യത്തിൽ അനുസരണമുള്ളവനായി മാറി. വ്യക്തമായി തിരിച്ചറിയണം. പിതാവിന്റെ ഇഷ്ടം പാനപാത്രം കുടിക്കുക, പുത്രന്റെ ഇഷ്ടം ഇത് വേണ്ട, പക്ഷെങ്കിൽ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അനുസരണമുള്ളവനായി തീർന്നു. അടുത്ത വാചകം 9. അതുകൊണ്ട്, ഏതുകൊണ്ട്? വേഗത്തിൽ പറയാം, പിതാവിന്റെ ഇഷ്ടം ചെയ്തതുകൊണ്ട്. ദൈവമക്കളെ, ഞാൻ തൽക്കാലം യേശുവിനെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് കയറി വന്നോട്ടെ. എപ്പോഴാ ഞാൻ ഉയരപ്പെടുന്നത്? എന്റെ ഇഷ്ടം ചെയ്യുമ്പോഴല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ്. യെസ്, ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ പറഞ്ഞോട്ടെ, ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെന്ന് വിട്ടുകൊടുക്ക്, വാശി പിടിക്കണ്ട. എന്റെ തന്നിഷ്ടത്തെ മാറ്റി വെച്ചിട്ട് പറ, പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതുകൊണ്ട് മത്തായി സുവിശേഷം നമ്മൾ വായിച്ചു, എനിക്ക് ഈ പാനപാത്രം വേണ്ട എന്ന് പറഞ്ഞെടുത്ത് പിതാവിന്റെ ഇഷ്ടം നീ അത് കുടിക്കണമെന്നുള്ളത് പറഞ്ഞപ്പോൾ ആ പിതാവ് പറയുകയാണ്, മകനെ ഞാൻ ഉയർത്തി. വായിച്ചോളൂ, ഒരിക്കൽ കൂടെ വായിച്ചു. 8-9 ചേർത്തൊന്ന് വായിച്ചേ. അനുസരണമുള്ളവനായി തീർന്നു.
കൊണ്ട് ദൈവം അവനെ മതി. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ തിരിച്ചറിയണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താലുള്ള ഗുണം തന്നെ ഏറ്റവും ഉയർത്തും. ഇനി തിരിച്ചു ചോദിച്ചോട്ടെ, ഉയരാൻ വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടം ആരും ചെയ്യണ്ട, പിതാവിനോടുള്ള സ്നേഹത്തിന് ഇഷ്ടം ചെയ്താൽ മതി. ദൈവത്തിന് നമ്മുടെ ഉദ്ദേശം അറിയാമോ? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് ഉയരാൻ എന്തോ ഏറ്റവും പറ്റിയ മെത്തേഡാണ് ദൈവത്തിന് ഇഷ്ടം അങ്ങ് ചെയ്യുക. അങ്ങനെ ദൈവം ഉയർത്തത്തൊന്നുമില്ല. മനസ്സോട്, സ്നേഹത്തോട്, ദൈവത്തോടുള്ള ആ വിധേയത്വത്തിൽ ദൈവത്തെ അനുസരിച്ചാൽ അങ്ങനെയുള്ളവരെ ഉയർത്തുന്നൊരു ദൈവം നമ്മുടെ ദൈവം. വായിക്കാം, ഇംഗ്ലീഷിലൂടെ വാക്യം വേഴ്സ് 8 and 9. And being found in the appearance as men, he humbled himself and became obedient to the point of death, even the death of cross. Therefore, God also has highly exalted him and given him the name which is above every name. അതെ, അവിടെ ഭൂമിയിൽ ഏതൊക്കെ നാമങ്ങളുണ്ടോ, ഏതൊക്കെ പേരുകളുണ്ടോ, ഇതിന്റെ എല്ലാം മുകളിലേക്ക് യേശുവിനെ ഉയർത്തിയത് അനുസരിച്ചപ്പോൾ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, തന്റെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ തയ്യാറായപ്പോൾ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നത് ഗുണമാണോ ദോഷമാണോ? ദൈവത്തോട് പറ, ഗുണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ. എന്നോട് പറഞ്ഞോട്ടോ, ഞാൻ വാശി പിടിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടമേ നടക്കത്തുള്ളെങ്കിൽ പിന്നെ ഇച്ഛാഭംഗത്തിൽ എൻ്റെ ജീവിതം നിരാശയിൽ കഴിയുന്നതിനേക്കാൾ നല്ലത്, ദൈവമേ അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് വേദനയായിരിക്കാം, പക്ഷെ നാളെ അറിയത്തുള്ളൂ ഇതിൻ്റെ അനുഭവം എന്ത്, ഇതിൻ്റെ സാധ്യത എന്ത്, ഇതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്തെന്ന് നാളകൾ തെളിയിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നിൽ നിൽക്കുന്നവരാ. എൻ്റെ നാളകൾ അറിയാവുന്നൊരു ദൈവം എനിക്കുണ്ട്. എൻ്റെ നാളകൾക്ക് വേണ്ടി എൻ്റെ ഇന്നിനെ ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെ ഇന്നുകളെ നാളത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നൊരു ദൈവമാ. നിലനിൽക്കുന്നതാ നിത്യത. ഇവിടുത്തേത് താൽക്കാലികമാ. 70 ഏറെയായാൽ 80, അതുകൊണ്ട് അവസാനിക്കേണ്ടതാണ് ഇവിടുത്തെ എൻ്റെ ജീവിതം. എന്നാൽ നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി എന്നെ ഒരുക്കാൻ എൻ്റെ ഇഷ്ടത്തെ മാറ്റിവെച്ചിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ നല്ലത്. എന്നൊരു ചിന്തയോടെ പറഞ്ഞതിന്റെ വാക്കുകൂടെ അവസാനിപ്പിക്കാം. ദൈവം തന്റെ ഇഷ്ടം ചെയ്യട്ടെ. ആ വാക്യത്തെ നമ്മൾ വായിച്ചത്, 3-ാം വാക്യത്തിൽ വായിച്ചത്, നമ്മുടെ ദൈവം സ്വർഗത്തിലാകുന്നു. ഒന്ന് വായിച്ചു തന്നൂടെ? തനിക്കിഷ്ടമുള്ളതൊക്കെ 135-ാം സങ്കീർത്തനത്തിന് 6-ാം വാക്യം കൂടെ വായിക്കാം. ഇതിന് സമാനമായ ഒരു വാക്യം അവിടെയും ഉണ്ട്. യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ, അവിടെ പറഞ്ഞേക്കുന്ന അല്പം കൂടെ വ്യത്യസ്തമാണ്. 135-ാം സങ്കീർത്തനം വായിക്കുന്നത്, ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാശി പിടിച്ചാലും ദൈവം ചെയ്യട്ടെ. ഇട്ടുകൊടുക്കുക. ദൈവം തന്റെ ഇഷ്ടം ചെയ്യട്ടെ. ചെയ്തത് ഗുണമായോ? പുത്രന്റെ ചുവത്തിൽ ഉയർത്തിയത് ഇഷ്ടം ചെയ്തപ്പോഴാണ്. ഒരു വാക്കുകൾ നമുക്ക് ഓർമ്മ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം കൂടെ വായിച്ചു. യെശയ്യാ 53:10. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. മതി. ആ ഭാഗത്ത് ആ തുടങ്ങിയ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നാൽ അവനെ തകർത്ത് കളവാൻ. അപ്പൊ തകർക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അതെന്തൊരു ദൈവം? പണിയുന്നതല്ലേ ദൈവമേ ഇഷ്ടം? പണിയുന്നതല്ലേ നല്ലത്? ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? വായിച്ചോളൂ. വേഴ്സ് 10. Yet it pleased the Lord to bruise him. He has put him to grief. When you make his soul an offering for sin, he shall see his seed, he shall prolong his days, and the pleasure of the Lord shall prosper in his hand. മതി. ചില ട്രാൻസ്ലേഷൻ, ഒരിടത്ത് ഞാൻ വായിച്ച ട്രാൻസ്ലേഷൻ കണ്ട അല്പം കൂടെ വ്യത്യസ്തമായ ഒരു വാക്കുണ്ട്. ദൈവത്തിന് ഗുഡ് പ്ലഷർ ആയിരുന്നു തകർക്കാൻ. എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല, NKJV അല്ലേ? ഓക്കെ. മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചപ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്.
അപ്പം ഞാൻ പറഞ്ഞല്ലോ, ന്യായമായ ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തെ കണ്ടല്ലോ, സ്നേഹിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം, എൻ്റെ ഏത് ആവശ്യത്തിനും ഓടി ഇറങ്ങി വരുന്ന ദൈവം. നല്ലതാ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ദൈവത്തിന്റെ ഇഷ്ടത്തിലൊന്നാ എന്ത്? തകർക്കുക. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അവനെ തകർത്ത് കളവാൻ. ഞാൻ അവന്നോട് പറഞ്ഞോട്ടെ, ദൈവത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു തകർക്കാൻ. അയ്യോ, എന്തൊരു ദൈവമോ ഇത്! എന്ത് പാടുപെട്ട് പണിത് ഈ ലെവൽ വരെ വന്നപ്പോ ദൈവമേ, ഇതെന്നോ ഇഷ്ടമാ, തകർത്ത് കളയുന്ന ഇഷ്ടം. മനുഷ്യക്ക് ബുദ്ധിക്ക് ഒതുങ്ങത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പുത്രനെ തകർത്ത് കളയുന്നതായിരുന്നു ദൈവത്തിന്റെ ഗുഡ് പ്ലഷറാണ്. ഭയങ്കര സന്തോഷം. എന്തിനാ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചോളൂ. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. തകർത്ത് കളവാൻ വേണ്ടി ദൈവം ചെയ്ത കാര്യം എന്തോ? കഷ്ടം വരുത്തുക. അയ്യോ, നമ്മുടെ പ്രാർത്ഥന എന്തുവാ? കഷ്ടം മാറ്റണേ. പക്ഷെ എന്നെ തകർക്കുന്ന ദൈവത്തിന് ഇഷ്ടമായിട്ട് എന്നെ തകർക്കാൻ ദൈവം എന്തോ വരുത്തി? കഷ്ടം വരുത്തി. അത് ദൈവത്തിന്റെ ഇഷ്ടമാ എനിക്ക് കഷ്ടം വരുത്തുന്നത്. പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വചനമായി പറയുന്നത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എന്നെ തകർക്കുന്നത്, കഷ്ടം വരുത്തുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ പറയും, കർത്താവേ, ഞാൻ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തിലേക്ക് വന്നത്, ഈ മാർഗം തെരഞ്ഞെടുത്തത് എന്റെ കഷ്ടം മാറാനാണ്. ദൈവം പറയുന്നു, നിന്നെ തകർക്കുന്നത് എന്റെ ഇഷ്ടമാ, നിനക്ക് കഷ്ടം വരുത്തുന്നതും എന്റെ ഇഷ്ടമാണ്. അവന് കഷ്ടം വരുത്തി. അകൃത്യയാഗമായി തീർന്നിട്ട് അങ്ങനെയെങ്കിൽ എന്തിനാ തകർത്തത്? എന്തിനാ കഷ്ടം വരുത്തിയത്? ഒരു സന്തതിയെ കാണേണ്ടത്. ക്രൂശിൽ പുത്രനെ തകർത്തപ്പോൾ പിതാവായ ദൈവം ആ പുത്രനെ തകർത്തതിലൂടെ നമ്മളെ ഓരോരുത്തരെയും കണ്ടു. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? ക്രൂശിൽ എന്നെ കണ്ടു. പുത്രനെ തകർത്തപ്പോൾ, പുത്രൻ തകർന്നാലും ചില സന്തതികളെ പിതാവ് കണ്ടതുകൊണ്ട് പുത്രനെ തകർത്തു. ആ പുത്രന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് ആ അപ്പന്റെ മകനാകാൻ കഴിയും. ഓ കൃപ, ദൈവകൃപ. ഇന്ന് പകല ബോധ്യമുള്ളവർ ഒരുമിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? തകർത്തത് ചില സന്തതിയെ കാണാനാണെങ്കിൽ, ഓ ഹല്ലേലൂയ, നിത്യ നരകത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന എന്നെ നിത്യതയിലേക്ക് വലിച്ചടുപ്പിച്ചത് ആ പുത്രന്റെ മരണമായിരുന്നു. ആ പിതാവ് അത് കണ്ടതുകൊണ്ട് പുത്രനെ കഷ്ടം വരുത്തിയത് കൊണ്ട് ഇന്ന് എനിക്ക് വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇരിപ്പാനുള്ള അവകാശം ദൈവം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പുത്രനെ തകർത്തത് ഒരു സന്തതിയെ കാണാനായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ ചില തകർച്ചകൾ, ചില കഷ്ടതകൾ, നാളുകളിൽ ചിലത് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തത്, ചിന്തിക്കാത്തത് എന്റെ ജീവിതത്തിൽ തരാൻ വേണ്ടി തകർക്കുന്ന തകർച്ചയെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാനുള്ള കൃപ എനിക്ക് തരണമേ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 2:10 ചേർത്തൊന്ന് വായിച്ചേക്കാമോ? അവിടെയും ഇതേ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രായർ 2:10. വായിച്ചുള്ളത് തന്നെ. കാരണഭൂതനുമായ അവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അതെ, ആ ഭാഗത്ത് വായിച്ചോളൂ. ഇംഗ്ലീഷിലുള്ള ഭാഗം എന്ന് വായിച്ചേ. 2:10. For it was fitting for him, for whom are all things and by whom are all things, in bringing many sons to glory, to make the captain of salvation perfect through suffering. മതി. അങ്ങനെയെങ്കിൽ രക്ഷാനായകനെ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ക്യാപ്റ്റനെ, ആ നേതാവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് പിതാവിന് ഇഷ്ടമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അഥവാ രക്ഷാനായകൻ, പൂർത്തി വരുത്തുന്നവൻ യേശുവിന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞത് യുക്തം, അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നെങ്കിൽ ആ ക്യാപ്റ്റന്റെ പുറകെ ഇറങ്ങുന്നവരെ കഷ്ടങ്ങളാൽ തികഞ്ഞവരാക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്.
നമ്മളല്ലോ ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അകത്ത് കയറിയാൽ നമ്മൾ രക്ഷപ്പെടും. കഷ്ടങ്ങളാൽ തികഞ്ഞവരാക്കുക. മെയ്ഡ് ഹിം പെർഫെക്റ്റ്. നന്മ തന്നല്ല ദൈവം പെർഫെക്റ്റ് ആക്കുന്നത്, സമർത്ഥി തന്നല്ല പെർഫെക്റ്റ് ആക്കുന്നത്. ഇന്നത്തെ പല ടീച്ചിങ്സ് നമ്മുടെ ഉള്ളിൽ അറിയാതെ കയറിയിട്ടുണ്ട്. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഉയർത്തിയപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയെന്ന്. എൻ്റെ സഹോദരങ്ങൾക്ക് ഇല്ലാത്ത പലതും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പെർഫെക്റ്റ് എന്ന അല്ല. വേദോസം അങ്ങനെയല്ല പറയുന്നത്. എന്നെ തികഞ്ഞവനാക്കുന്നത് എപ്പോഴാണ്? കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് ദൈവം എന്നെ പെർഫെക്റ്റ് ആക്കുന്നത്. യെസ്, ഹല്ലേലൂയ. നാട്ടിലെ എൻ്റെ അയൽവാസിക്ക്, എൻ്റെ കൂടെ പഠിച്ചവർക്കോ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ പലർക്കും ഇല്ലാത്ത ചില ഭൗതിക നന്മ ദൈവം തരും. തരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ദൈവത്തിന്റെ നീതിയാണ്, അത് തരും. പക്ഷെങ്കിൽ അങ്ങനെയല്ല ദൈവം എന്നെ തികഞ്ഞവനാക്കുന്നത്. ഓ ഹല്ലേലൂയ. അറിയാതെയെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇത് കയറിയിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടു, ഇന്ന് എന്നെ അങ്ങ് മാനിച്ചു ഉയർത്തി, ഞാൻ തികഞ്ഞവനായി എന്ന് എനിക്ക് സന്തോഷത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നുവെന്ന് പറയാനല്ല ദൈവം വിളിച്ചത്. അത് കിട്ടിയാൽ നിങ്ങൾ സ്തോത്രം ചെയ്തോ, പക്ഷെ നിങ്ങളെ തികഞ്ഞവരാക്കുന്നത് കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നന്മയും ഉയർച്ചയും സമൃദ്ധിയും മാത്രമേ ഉള്ളെങ്കിൽ ഈ ഭൗതിക ലോകത്തെ മറ്റു മനുഷ്യരുമായി എനിക്ക് എന്ത് വ്യത്യാസം? ഓ ഹല്ലേലൂയ. ഭൗതികമായി ഞാൻ ഉയർന്നെങ്കിലും ഞാൻ തികഞ്ഞവനാകുന്നത്, പെർഫെക്റ്റ് ആകുന്നത് കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ ആണെങ്കിൽ, എന്നെ ചില കഷ്ടത്തിലൂടെ കടത്തി വിടുന്നത് എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതെന്നെ തികഞ്ഞവനാക്കാനാണ്. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് പറ, കർത്താവേ, തികഞ്ഞവനാക്കാൻ തരുന്ന ദൈവത്തിന്റെ ഇഷ്ടം തകർച്ചയാണെങ്കിലും കഷ്ടതയാണെങ്കിലും ഞാനിതാ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്തൃക്കരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാമോ? അതാ ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമുക്കറിയാം, ജോസഫിന്റെ ഒരു ചരിത്ര പ്രയോഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ ഞാൻ ആ ഭാഗം അല്പം ഓർപ്പിച്ചതാണ്. അവിടേക്ക് കയറാതെ മറ്റൊരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. 13 മക്കളിൽ ഭക്തൻ ജോസഫ്, ഏറ്റവും ടോപ്പിലെത്തിയതും ജോസഫ്. സഹോദരന്മാർ, ജോസഫ് അപ്പൻ്റെ കൂടെ അപ്പൻ്റെ ഔദാര്യത്തിൽ അപ്പം കൊടുക്കുന്നതും കഴിഞ്ഞ് ജീവിച്ച കാലത്തും ചേട്ടന്മാർക്ക് ജോലിയുണ്ട്, പൈസയുണ്ട്. ജോസഫിന് അന്നേരം ഒന്നുമില്ല. അപ്പനോട് ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്തു, ചേട്ടന്മാർക്ക് സ്വന്തം തയ്പ്പിക്കാൻ അവൻ്റെ പൈസയുണ്ട്. വീട്ടിൽ എന്തോ സ്പെഷ്യൽ ഫുഡ് വെച്ചപ്പം അപ്പനൊരു താല്പര്യം ചേട്ടന്മാർക്കൂടെ കൊടുക്കാം. കാരണം വീട് വിട്ടു പോയിട്ട് കുറേ നാളായി. ഒരു പട്ടിണിയൊന്നുമല്ലല്ലോ, ദിവസം അവർ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാൽ അപ്പനൊരു താല്പര്യം, ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് വീട്ടിൽ വെച്ചല്ലോ, എന്നാൽ പിന്നെ ഇവർക്ക് കൊടുത്തു വിട്ടേക്കാം. ജോസഫിനെ കൊടുത്തു വിട്ടു. ചരിത്രമൊക്കെ നമുക്കറിയാം. ചെന്നു ഭക്തന, ഏറ്റവും നല്ല മോൻ ആ വീട്ടില്. ഇവന് കിട്ടിയത്, ഒന്നാമത് കിട്ടിയത് എന്താ? ദൂരെ നിന്ന് ജോസഫ് വരുന്ന കണ്ടപ്പം സഹോദരന്മാർ കൊടുത്ത വിളിയെന്തോ, പേരെന്തോ? സ്വപ്നക്കാരൻ. ബഹുമാനത്തോടാണോ വിളിച്ചത്? അല്ല, പരിഹാസത്തോടെ. രണ്ടാമത് നമുക്കറിയാം, ഇവൻ കൊണ്ടുവന്ന ആഹാരമൊക്കെ കഴിച്ചു. നോക്കണം, ഒരു മനസാക്ഷിത്വം ഇല്ലാതെ ഇവനെ പിടിച്ച് കുഴിയിലിട്ടാ ഇവരെടുത്ത് കഴിക്കുന്നു. അവനോട് കിടന്ന് കരയുക, ദശന്മാരെ എടാ മിണ്ടായിടാ, ഞങ്ങൾ വല്ലതും കഴിക്കട്ടെ. ഇത് ആര് കൊണ്ടുത്തന്ന? ജോസഫ് കൊണ്ടു കൊടുത്ത. നീ വല്ലതും കഴിച്ചോ? നീ ഇത്രയും ദൂരം വന്നില്ലേ? നിങ്ങളാ ഭാഗം ഉൽപ്പത്തി പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ശേഖേമിൽ ചെന്നു, അവിടെ കണ്ടില്ല. അവിടെ എല്ലാം തിരയുക. മൊബൈൽ വല്ലതും ഉണ്ടോ? വിളിച്ചു വെക്കണം, ചാച്ചാ ഇന്ന് എവിടാ? ഇവൻ ആ ദേശം മുഴുവൻ തപ്പിയിട്ട് കണ്ടില്ല. ഉടനെ ആരാണ്ട് ചോദിച്ചു, നീ എന്താ നോക്കുക? ഇവിടെ ആടിനെ മേയ്ക്കാൻ കുറേ എണ്ണം വന്നിരുന്നു. ആ ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടു. അവരെവിടെ പോയെന്നറിയാമോ? അയാൾ പറഞ്ഞു, അവർ പറയുന്നത് ഞാൻ കേട്ടു, ദോതാനിലേക്ക് പോകാമെന്ന് പറയുന്നത് കേട്ടു. ശേഖേമിൽ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് ദോതാൻ. ജോസഫ് തപ്പിപ്പിടിച്ച് ദോതാനിലെത്തി. ഓർത്ത് നോക്കണം, ഇവർ പോയിടത്തു നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ശേഖേമിലെത്തുന്നത്. അവിടുത്തെ 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവരുടെ റൈറ്റ് സ്പോട്ടിൽ എത്തിച്ചേർന്നു. ഞാൻ ഓർത്ത് വരുന്നു, ഈ ജോസഫിന്റെ അത്രയും മനസ്സൊക്കെ നമ്മൾ കാണിക്കും. തിരിച്ചെന്നിട്ട് അപ്പനോട് പറയും, ഓ അവിടെ എല്ലാം തപ്പി കണ്ടില്ല, ഞാനിങ്ങനെ ഈ ചുമട് എടുത്തോണ്ടാ പോകുന്നു. ഓർത്തോണം, 10 പേരുടെ ആഹാരവും കൊണ്ട്
അത് അപ്പം കൊടുത്തു വിടുമ്പോൾ കുറച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറായിരിക്കും. വണ്ടി വല്ലതും ഉണ്ടോ? നടന്നല്ലേ പോകുന്നത്. ഈ കഷ്ടപ്പെട്ട് ഈ ജോസഫിന് അവിടെ ചെന്ന് ഈ കുഴി കിടക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കാനാടാ, ഞാൻ ശേഖരം വെച്ച് തിരിച്ചു പോയിരുന്നത്. കഷ്ടപ്പെട്ട് ഇവന്മാരെ തപ്പിപ്പിടിച്ച് നാട്ടുകാരോടും ചോദിച്ച് ഈ ചുമടും എല്ലാം ചുമ്മി ഇവിടെ വന്നപ്പം എന്നെ കുഴിയിലിട്ടച്ച് അവന്മാരിരുന്ന് മൃഷ്ടാനമായിട്ട് കഴിക്കുന്നു. രണ്ടാമത് ജോസഫിന് കിട്ടിയതാ പൊട്ടക്കുഴി. നമുക്ക് ചരിത്രമൊക്കെ അറിയാമെന്ന് വേഗത്തിൽ അങ്ങ് പോവാം. അടുത്ത് കിട്ടിയത് അടിമത്തമാണ്. മിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റു, പിന്നിപ്പോൾ അടിമയായി. വീണ്ടും അടുത്ത് കിട്ടുന്നതാണ് പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് മറ്റൊരു പേര് കുറ്റവാളി. ഇപ്പം കിടക്കുന്ന ഇവിടെ കാരാഗ്രഹത്തിൽ ആരായി കിടക്കുന്നത്? ഭക്തൻ. ആ വീട്ടിൽ സാക്ഷ്യം പറയണമെങ്കിൽ ആ ഒരൊറ്റ കൊച്ചനെ കുറിച്ച് സാക്ഷ്യം പറയാം. എന്തിനാ ഇത് കൊണ്ടുവന്നത്? ഇവനെ തികഞ്ഞവനാക്കണം, ഇവനെ ഒന്ന് ഉയർത്തണമെങ്കിൽ ഇതേ പറ്റത്തുള്ളൂ. ഇതിലേടയ്ക്ക് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാലോ? മക്കളെ, 1 + 2 + 3 + 4 എത്ര? 7. 10. 10 എത്തണമെങ്കിൽ ഇത് 4 കൂടെ കൂട്ടണം. 1 അങ്ങ് കുറഞ്ഞാലും എത്ര? 9 ആകത്തു. നമ്മൾ പറയാം, കർത്താവേ കുറ്റവാളി വേണ്ടായിരുന്നല്ലോ, ചെയ്തു തീർക്കല്ലോ. ഏതാ ചെയ്തത്? ജോസഫ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കുറ്റവാളി എന്നുള്ള ലേബലില്ലാതെ 10 പോകും. എന്നോട് ഞാൻ പറയാം, പരിഹാസം പ്ലസ് പൊട്ടക്കുഴി പ്ലസ് അടിമത്തം പ്ലസ് കുറ്റവാളി = സിംഹാസനം. മനസ്സിലാവുന്നു? സിംഹാസനം വേണോ? ഈ 4 പ്ലസും വേണം. നമ്മൾ പ്രാർത്ഥിച്ചെന്തോ ചെയ്യും, ചില പ്ലസൊക്കെ ക്യാൻസൽ ചെയ്യിക്കും. പക്ഷെ ദൈവം പറഞ്ഞു, ആ പോയിന്റിൽ വരത്തില്ല. നിനക്ക് 10 കിട്ടണമെങ്കിൽ 1 + 2 + 3 + 4 ചെയ്തെങ്കിലേ 10 കിട്ടത്തുള്ളൂ. സിംഹാസനം, അധികാരം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ചില പ്ലസ്, ഈ കഷ്ടതയുടെ അധികം കഷ്ടതയിലോട്ട് പോകണം. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 1നേക്കാൾ കൂടുതലല്ല 2, 2നേക്കാൾ കൂടുതലാണ് 3, 3നേക്കാൾ കൂടുതലാണ്. ഇങ്ങനെ പ്ലസ് വർദ്ധിക്കുന്തോറും നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥിച്ച് പലപ്പോഴും ചെയ്യുന്ന എന്തോ? ക്യാൻസൽ ചെയ്യിക്കും. മറക്കരുത്, മൂല്യം കുറയുന്നു, വർദ്ധിക്കുന്നില്ല, കുറവാ സംഭവിക്കുന്നത്. നമുക്ക് ഏതാ വേണ്ടത്? ചോദിച്ചു മേടിച്ച് പ്ലസ് ഒന്നും ആക്കണ്ട, ദൈവം തരുന്നതിനെ അങ്ങ് ഏറ്റെടുത്തോ. ദൈവം എനിക്ക് എന്തൊക്കെ തരുന്നോ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിച്ചേക്കാം. ഈ ജോസഫിനെ പെർഫെക്റ്റ് ആക്കാൻ, അധികാരിയാക്കാൻ ദൈവം ഒരുക്കിയ 4 പ്ലസുകൾ നിങ്ങൾക്ക് വേണേൽ അതിൽ ആഡ് ചെയ്യാം. വേണ്ട, ഇത് മതി, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ 4 പ്ലസുകൾ ജോസഫിനെ അധികാരത്തിൽ എത്തിച്ചെങ്കിൽ, തികഞ്ഞവനാക്കി. ആ ഫറവോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ആ രാജ്യത്ത് ബുദ്ധിരാക്ഷസന്മാരില്ലേ? ഉന്നതന്മാര് കാണുമല്ലോ രാജാവിന്റെ കൊട്ടാരത്തിൽ പരിചരിക്കാൻ. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ IAS ഓഫീസേഴ്സ് ധാരാളം അവിടെ കണ്ടേക്കാം. മിസ്രൈം അന്നത്തെ ടോപ്പ് കൺട്രിയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ രാജാവ് വിളിച്ചു പറയാണ്, എന്റെ ഓഫീസേഴ്സിനേക്കാൾ ബുദ്ധി ഇവനുണ്ട്. എങ്ങനെ കിട്ടി? ചില കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ പോയപ്പോൾ ഇവൻ ആ കസേരയ്ക്ക് തികഞ്ഞവനെന്ന് ബോധ്യം വന്നു. ഇന്ന് പകൽ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ദൈവമക്കളെ ഞാൻ ഓർപ്പിച്ചോട്ടെ, എന്തിനാ ചില കഷ്ടതകൾ ദൈവം തരുന്നത്? എന്തിനാ ദൈവം ചിലയിടത്ത് തകർക്കുന്നത്? എന്നെ തികഞ്ഞവനാക്കി, എന്നെ പെർഫെക്റ്റ് ആക്കി ചിലയിടത്തിരുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദൈവമക്കളെ വിളിച്ചു പറ, തകർക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാ. കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാ.
ഓ ഹല്ലേലൂയ. കഷ്ടത്തിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ തരുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഒന്നിന് പുറകെ ഒന്നായി ചില പ്ലസുകൾ വീണ്ടും വീണ്ടും എന്റെ ജീവിതത്തിൽ വരുത്തുന്നത് എന്നെ തികഞ്ഞവനാക്കാനാ. അപൂർണതയിൽ എത്തിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ തരുന്നതിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, ദൈവമേ അങ്ങേക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് ചെയ്തോ കർത്താവേ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. ഇന്ന് മകൻ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പറ, കർത്താവേ അങ്ങേക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. എന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാനിതാ എന്നെ തന്നെ മാറ്റി വയ്ക്കുന്നു. എന്റെ ഇഷ്ടം വേണ്ട കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പറയാൻ കഴിയണം, ദൈവമേ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. എത്ര പേര് അതിന് തയ്യാറാകും? നാളെ പിറുപിറുക്കരുത്. ദൈവം തകർത്തുന്നിരിക്കും, കഷ്ടം വരുത്തിയെന്നിരിക്കും. പക്ഷെ ഇതിലൂടെ എൻ്റെ നാളുകളെ ദൈവം ശോഭനമാക്കും. യെസ്, ഹല്ലേലൂയ. യെസ് ലോർഡ്, ഹല്ലേലൂയ. ഗത്സമനത്തോട്ടത്തിൽ പുത്രന് വാശി പിടിച്ചുകൊണ്ട് തന്റെ ഇഷ്ടം ഞാനിത് കുടിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ദൈവമക്കളെ ഓർക്കണം, ഏറ്റവും ഉയർച്ച കിട്ടത്തില്ലെന്ന് മാത്രമല്ല, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയ കൂട്ടത്തിൽ എനിക്കും ഈ പന്തിയിൽ ഇരിക്കാൻ കാരണമായത് പുത്രൻ പിതാവിന്റെ ഇഷ്ടം ചെയ്തതാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ പിതാവേ അങ്ങയുടെ ഇഷ്ടം ഞാൻ ചെയ്യുമ്പോൾ എന്നിലൂടെ ചില പ്രവർത്തികൾ ദൈവം ചെയ്യാൻ പോവുക. അബോധ്യമുള്ളവർ അല്പസമയം ഒന്ന് സ്വാഗതം ചെയ്താട്ടെ. വാക്തുറന്ന് പറഞ്ഞു, ദൈവമോ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ദൈവം ചെയ്യട്ടെ. ഞാൻ ചോദ്യം ചെയ്യത്തില്ല, ഞാൻ അതിനോട് വിഘടിക്കത്തില്ല. എന്നെ തകർക്കുന്നത് ദൈവത്തിന് വലിയ സന്തോഷമാണെങ്കിൽ തകർത്തു കൊള്ളട്ടെ. ജോസഫെ, നിന്നെ പൊട്ടക്കുഴിയിലിട്ടത്, നിന്നെ പരിഹസിച്ചത്, നിന്നെ കുറ്റവാളിയായി പാർ ചൊല്ലിയത്, നിന്നെ ഒരു അടിമയായി വിറ്റത്, നിന്നെ തികഞ്ഞവനാക്കിയ കസേരയിൽ സിംഹാസനത്തിൽ ഇരുത്തുവാൻ അധികാരം തരാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ അവിടെയൊക്കെ മൗനം പാലിച്ചതാണ് നിന്റെ ഉയർച്ചയ്ക്ക് കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഒരുമിച്ച് പറഞ്ഞാട്ട്, എന്റെ ജീവിതത്തിലെ ചില പ്ലസുകൾ കർത്താവേ എന്നെ സിംഹാസനത്തിൽ ഇരുത്താനാ. എന്റെ സഹോദരന്മാർ ഇരുന്നിടത്ത് ഇരിക്കാനല്ല, അവരെക്കാൾ ഉയർത്താൻ. പലർക്കും ഇല്ലാത്ത ചിലത് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചത്. പലരെ പോലല്ല ദൈവം നിന്നെ കണ്ടത്. നിന്നെ ഉയർത്താൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് നിന്റെ നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ വന്ന ചില തകർച്ചകളെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറ, എന്റെ ദൈവം ദോഷത്തിനൊന്നും ചെയ്യുന്ന ദൈവമല്ല. എന്നെ തികഞ്ഞവനാക്കാൻ ദൈവം തരുന്ന ചില ശോധനയ്ക്കായി കർത്താവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയം ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട് ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ ഈ ആലയത്തിൽ ആരാധന മധ്യത്തിൽ ഇറങ്ങി വന്ന് ഈ ബോധ്യം കർത്താവേ ഞങ്ങളുടെ ഉള്ളിലവിടുന്ന് വന്നാട്ട്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഞങ്ങൾ ജയമെടുക്കുന്നു, ഞങ്ങൾ ജയമെടുക്കുന്നു. ജയം. ഹല്ലേലൂയ. നമുക്ക് കർത്തൃക്കരം കേൾപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് ഇങ്ങനെ എന്ന് പറയും, കർത്താവേ അങ്ങയുടെ ഇഷ്ടം ചെയ്തു. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയണം, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, പരമാധികാരിയാണ്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഞാൻ അതിനുവേണ്ടി എന്നെ അങ്ങ് സമർപ്പിച്ചതാണ്. എൻ്റെ ഇഷ്ടം ഒന്നും നിറവേറണ്ട കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറിയാൽ മതി. എന്നാൽ ഇന്ന് അത് വേദനയായിരിക്കാം, ഇന്നത് തകർച്ചയായിരിക്കാം. എന്നാൽ നാളുകളിൽ അതിൻ്റെ നന്മ നമ്മൾ കാണാൻ പോവാം. ഏറ്റവും ഉയർത്തുവാൻ, തികഞ്ഞവനാക്കുവാൻ, പരിപൂർണതയിലെത്തിക്കുവാൻ, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയിൽ എന്നെ കൊണ്ടെത്തിക്കാൻ, ഇവിടെയും എന്നെ ഉയർത്തേണ്ടിടത്ത് ഉയർത്തുവാൻ, മറ്റുള്ളവരെ അസൂയപ്പെടുത്തുമാറ് രീതിയിൽ ദൈവത്തിന് ഉയർത്താൻ പദ്ധതിയുള്ളവരെ ചിലപ്പോൾ തകർത്തെന്നിരിക്കും, കഷ്ടം വരുത്തിയെന്നിരിക്കും.
എന്നാൽ നാളുകളിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അന്ന് സന്തോഷിക്കാൻ കഴിയും. കർത്താവേ, എന്നെ തകർത്തത്, ഈ പൊട്ടക്കുഴി എനിക്ക് തന്നത്, ഈ അടിമത്തം എനിക്ക് ലഭിച്ചത്, എൻ്റെ പരിഹാസം ഞാൻ ഏൽക്കേണ്ടി വന്നത്, കുറ്റവാളി എന്ന പേരേൽക്കേണ്ടി വന്നത് ആ രാജ്യത്തെ പരമോന്നത പദവിയിൽ എത്താനാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. കർത്താവേ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയും. നമുക്കതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ വലിയവനായ ദൈവം അതിനിട വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.